ഈ വീഡിയോയുടെ പേരിൽ കേസ് കൊടുക്കണമെങ്കിൽ ഡിഫമേഷന് വേണമെങ്കിൽ കേസ് കൊടുത്തോ, എനിക്ക് പുല്ലാണ്. വിദേശ രാജ്യത്ത് പോയി പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അവിടെ പോയി പാർട്ട് ടൈം ആയിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കാമെന്നുള്ള ഒരു ചെറിയ മോഹം കൂടി എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ബ്ലോഗേഴ്സിന്റെ ഒക്കെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വിദേശ രാജ്യത്തോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വട്ടത്തിലും നീളത്തിലും എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഏത് രാജ്യത്താണോ പോകുന്നത് അവിടുത്തെ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. UK പോണതും കാനഡ പോണതും ഇതിൽ ബാധകമല്ല. അവിടെ ഇംഗ്ലീഷ് കൊണ്ട് പിടിച്ചു നിൽക്കാം, ഇംഗ്ലീഷ് കൊണ്ട് ജീവിക്കാം, ഈവൻ ഓസ്ട്രേലിയയിലും അല്ലെങ്കിൽ ന്യൂസിലൻഡിലും. പക്ഷേ ഈ ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, ജർമ്മനി ഇവിടെയൊക്കെ ലോക്കൽ ലാംഗ്വേജ് ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന പാർട്ട് ടൈം ജോലി അതും നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ചൊക്കെ ഇരിക്കും. പിന്നെ കുറെയൊക്കെ ഭാഗ്യമുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാനുള്ള. ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞുകൊണ്ട് ഇതേപോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല പണി കിട്ടും. എന്ന് വരുമ്പോ തന്നെ അങ്ങോട്ട് ജോലി കിട്ടും എന്നുള്ള അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യാം എന്നുള്ള ആഗ്രഹമൊക്കെ പലരും വരും. പക്ഷെ ഒരു തേങ്ങയും നടക്കുമല്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പല യൂറോപ്യൻ രാജ്യത്ത് ഇത് തന്നെയാണ്. നിങ്ങൾ ഇവിടെ വരുമ്പോ നിങ്ങൾ ഇവിടെ വരുന്ന സ്റ്റാമ്പ് ചെയ്ത വിസയും കൊണ്ടാണ്. അത് ഇവിടെ വന്നിട്ട് TIE കാർഡാക്കണം, ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ആക്കണം. ഈ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ആക്കാൻ വേണ്ടി മിനിമം 2 മുതൽ 4 മാസം വരെ എടുക്കും സമയം. അപ്പൊ ആ 4 മാസം നിങ്ങൾക്ക് റെന്റ് കൊടുക്കണം, ഇവിടെ ജീവിക്കണം, ഫുഡ് കഴിക്കണം. ഈ പൈസ എല്ലാം നിങ്ങളുടെ കയ്യിൽ വേണം. മനസ്സിലായോ? അപ്പൊ ഇതൊരു റിയാലിറ്റിയാണ്. ഇനി ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് ഒരു തേങ്ങയും ചെയ്യാൻ പറ്റില്ല ലീഗലി. നിങ്ങൾക്ക് ഒന്ന് അണ്ടർപെയ്ഡ് ആയിരിക്കും, എക്സ്പ്ലോയിറ്റ് ചെയ്യും, പിന്നെ വേറെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ അപ്പൊ പഠിക്കും, ചെയ്യുമ്പോ നിങ്ങൾ പഠിക്കും. ഇത് പറഞ്ഞുകൊണ്ട് ഇപ്പോ തെറി വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഇതേപോലെയുള്ള ബ്ലോഗേഴ്സിന്റെ ഒക്കെ വാക്ക് കേട്ടിട്ട് ഇമ്മാതിരി പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക. പിന്നെ എനിക്ക് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡീമോട്ടിവേഷൻ ആണെന്ന് കരുതരുത്, ഇതൊരു റിയാലിറ്റിയാണ്. അപ്പോ ഇതേപോലെയുള്ള ബ്ലോഗേഴ്സിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അഡ്വർടൈസ്മെന്റ്, അവർ പൈസ മേടിച്ചിട്ടാണ് അഡ്വർടൈസ് ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.